ഹായ് പ്രിയപ്പെട്ടവരെ, അസീം വെളിയങ്കോടാണ്. കലയാത്രയിൽ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് മലപ്പുറം ജില്ലയിലെ പൂക്കിപ്പറമ്പിലുള്ള രാജീവിനെയാണ്. എൻ്റെ പ്രിയ കൂട്ടുകാരൻ, മച്ചു എന്ന് വിളിക്കുന്ന ആ കലാകാരൻ. ഉപ്പുമുളകിലെ ഈ കഴിഞ്ഞ എപ്പിസോഡിൽ 5 എപ്പിസോഡിൽ മലപ്പുറം കുഞ്ഞാക്കയായിട്ട് ബിരിയാണി വെപ്പുകാരനായിട്ട് അവതരിപ്പിച്ച ആ കലാകാരൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം. ബായ്. പ്രേമിച്ച കരൾ പോയി കഴിഞ്ഞാൽ പിന്നെ സ്വന്തം കരളാണല്ലോ ഉള്ളത്. വെള്ളമടിച്ച് പിന്നെ കരളിന് വെള്ളം കിട്ടാതെ നമ്മൾ കരൾ ഇവനോട് പറയും, വെള്ളമടിച്ചിരിക്കാൻ കൊതിയായി, വാള് വെച്ച് കിടക്കാൻ ധൃതിയായി. പകരം നെഞ്ഞത്തടിച്ചിട്ട് ഒറ്റ പറച്ചിലാണ്, ഇന്നലെ എൻ്റെ നെഞ്ചില് 2 കുത്തവൾ കുത്തിയല്ലോ, പെണ്ണ് കുത്തവൾ കുത്തിയല്ലോ, കൂരിരുട്ടായപ്പോൾ വലക്കയെടുത്തിട്ടൻ തലക്കെട്ട് താങ്ങിയല്ലോ, എൻ്റെ തലക്കെട്ട് താങ്ങിയല്ലോ. ഈ ഇടക്കാലത്ത് തമിഴ്നാട്ടിൽ നിന്ന് ഒഴുക്കാൻ ചാരായത്തിന്റെ കേരളത്തിലോട്ട് പിടിച്ചപ്പോക്കെ വലിയ പുള്ളികളാണ്. ഒന്ന് അമ്മയുടെ ഒന്ന് അനിയൻ, ഒന്ന് മന്ത്രിയുടെ സ്വന്തം അനിയൻ. അല്ല എന്നൊക്കെ വർത്താനോ, 1000 തെങ്ങളുടെ നായർക്ക് പല്ല് കൊത്താൻ എതിർക്കാൻ പറഞ്ഞാൽ മതി. ശരി, മനസ്സിലായില്ലേ? നമസ്കാരം. എത്ര വർഷമായി കണ്ടിട്ടില്ലേ? ഒരുപാടായല്ലോ. 20 വർഷമായി ഉണ്ടാവും. 25 വർഷം മുന്നത്തെ പരിചയമാണ്. അതെ. ഉപ്പുമുളകിലും ചെറിയ രീതിയിലൊരു 5 എപ്പിസോഡ് ചെയ്തു. ഇത് മലപ്പുറം കുഞ്ഞാക്കല്ലേ? ബിരിയാണി വെപ്പുകാരൻ കട്ടിന്ന് അടിപൊളിയുണ്ട്. ബിരിയാണി വെപ്പുകാരൻ കുഞ്ഞാക്ക എന്നുള്ളൊരു 5 എപ്പിസോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലേ. ഇനി അത് തുടങ്ങണമെന്നുണ്ടെങ്കിൽ ഒരു ഹോട്ടൽ ഉദ്ഘാടനം ഉണ്ട്, അത് കഴിഞ്ഞിട്ടേ ഉണ്ടാവുള്ളൂ. അതല്ലേ? അപ്പം അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ചെറിയൊരു സംഭവം കിട്ടി. എന്നിട്ട് എന്തൊക്കെയാണ് വിശേഷം? നല്ല വിശേഷം. അപ്പോൾ ഇത് കോട്ടേഴ്സ് വാടകയ്ക്കാണല്ലേ? ഇവിടെ വാടകയ്ക്ക്. അതിന് മാറി. ഇപ്പം ഞാൻ 3-ാം തീയതി മാറുകയാണ്. അതല്ലേ? അപ്പോൾ ഇത് പൊളിക്കണം എന്നൊക്കെ പറഞ്ഞൊരു സംഭവം ഉണ്ട്. മക്കള് 3 പേര്. പെൺകുട്ടികൾ 3 ഒരാള് കൊറോണയിൽ കല്യാണം ചെയ്ത് കൊടുത്ത് 2.5 വയസ്സായ ഒരു പേരക്കുട്ടിയുണ്ട്. മുത്തച്ഛനാണ് മുത്തച്ഛൻ. 2ാമത്തെ മകളെ മെയ് 25-ന് കോട്ടക്കലേക്ക് കല്യാണം നിശ്ചയിച്ച്. 3ാമത്തെ മകൾക്ക് ഇങ്ങനെ ചെറിയ അന്വേഷണം വന്നിട്ടുണ്ട്. പ്രോഗ്രാം പൊതുവെ നേച്ചൊരു ക്ഷീണാണല്ലോ. പിന്നെ ഇപ്പൊ എപ്പോഴെങ്കിലും കിട്ടണ എങ്ങനെയുള്ള ഇതൊക്കെ ഉള്ളു. ഇപ്പൊ ഇത് ഒരു സന്തോഷമാണ്. ഉപ്പുമുളക് കിട്ടിയത് സന്തോഷമാണ്. അങ്ങനെയൊക്കെ തന്നെ ഓരോരുത്തർക്കും സമയം നമ്മളെ തലവരെ എപ്പോഴും തെളിയുന്നു പറയാൻ പറ്റില്ല. എന്തായാലും നല്ലൊരു ഭാവി ഉണ്ടാവട്ടെ. അതിൽ കൂടെ ഒരുപാട് കഷ്ടപ്പെട്ടല്ലേ. പിന്നല്ലാതെ. പിന്നെ സിനിമ സിനിമ സുഡാനി ഫ്രം നൈജീരിയ. സക്കറിയ അറിയാം, നമുക്ക് ആദ്യം മുതലേ അറിയുന്ന വളാഞ്ചേരിക്കാരനാണ്. മുപ്പര് വിളിച്ച് ചെറിയ വേഷം ചെയ്ത് തന്നു. അല്ലാതെ അഭിനയിക്കാനുള്ള റിയലായിട്ട് അഭിനയിച്ച ഒറ്റ സീന്, ബാങ്കിൽ സ്വർണം പണയം വയ്ക്കുന്ന സീനായിരുന്നു. തകർത്ത് ജീവിച്ച ഒറ്റ ടേക്കിന് ഓക്കെ ആക്കി പോകുന്നു. പിന്നെ നമ്മളെ ചേളാരി മുഹമ്മദ് മുസ്തഫ എന്ന സിനിമ കപ്പേള, ആദ്യത്തെ പടം. അതിൽ ഓട്ടോ ഡ്രൈവറായിട്ട് റോഷൻ മാത്യുവിന്റെ കൂടെ 2-3 സീനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മലപ്പുറം ഏരിയയിൽ ഓട്ടോ ഡ്രൈവറായിട്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ഗ്യാപ്പ് വന്ന് പിന്നെ നമ്മളെ നിർമ്മൽ പാലാഴി വിളിച്ചിട്ട് ഒരു ചെറിയൊരു സിനിമയിലൊരു വേഷം, ഒരു പോലീസ് കോൺസ്റ്റബിളായിട്ട്. അത് അനക്ക് എന്തിന്റെ കേടാണ്, ആരും വിളിക്കാൻ പറ്റാത്തൊരവസ്ഥ. പോയി കാണണോ വെച്ചാൽ പടം അനക്കെന്തിന്റെ കേടാ ചങ്ങായി വരാ, അങ്ങനത്തെ നല്ല പടമായിരുന്നു കേട്ടോ. പക്ഷെ ആ സമയത്ത് നമ്മള് ജയിലർ ഇറങ്ങി, റിലീസ് എല്ലാ തിയേറ്ററും ജയിലർ ഇറങ്ങിയപ്പോൾ ചെറിയ ചെറിയ പടങ്ങളൊക്കെ ഒന്ന് മാറ്റി വെച്ചു. അതിലങ്ങനെ വന്ന് പിന്നെ OTT ഇറങ്ങിയിട്ടായിരുന്നു കമന്റൊക്കെ. അതിന് ശേഷമാണ് ഇപ്പൊ ഇത് കിട്ടിയത്. അങ്ങനെ അതിന്റെ സന്തോഷത്തിലൊക്കെ തന്നെയാണ്. നമുക്കിപ്പോ എന്തെങ്കിലും പഴയ സ്കിറ്റ് എന്തെങ്കിലും ചെയ്യാൻ പറ്റും? സ്കിറ്റ് നമ്മള് 3 ആളുള്ള പറത്ത് സ്കിറ്റ് അല്ലേ ഉണ്ട്. ആദ്യം നമ്മളെ നാട്ടിലുള്ള ഒരു കുഞ്ഞിപ്പാലേട്ടൻ എന്ന് പറഞ്ഞ ഒരാളെ ക്യാരക്ടർ പിടിച്ചിട്ടുള്ള ഒരു ബസ് സ്റ്റോപ്പ് വെച്ച് കുഞ്ഞിപ്പാലേട്ടൻ കുറെ സ്ഥലത്ത് കൊന്നു ഞാൻ. പാവം മരണപ്പെട്ടുപോയി, ആള് അടുത്ത് മരണപ്പെട്ടുപോയി. അപ്പൊ അതങ്ങനെ നിൽക്കണം. ഇപ്പൊ എന്തെങ്കിലുമൊക്കെ വേദി കിട്ടിയാല് ചെയ്യാൻ വേണ്ടിയിട്ട് ഒറ്റയ്ക്ക് ഇപ്പൊ 1 മാൻ ഷോന്റെ കാലഘട്ടമാണല്ലോ. അപ്പൊ അതിന് ചെയ്യാൻ മിമിക്രി ഇമിറ്റേറ്റിംഗ് എന്നൊക്കെ പറയുമ്പോ തലയ്ക്ക് മേലൊക്കെ സ്റ്റാർ വോയിസ് എല്ലാവരും നിൽക്കുന്നുണ്ട്. അപ്പൊ ഞാന് കുറച്ചിങ്ങനെ ഓരോ അവസ്ഥകൾ വെച്ചിട്ട്, സിറ്റുവേഷൻ അവസ്ഥകൾ വെച്ചിട്ട് ഇങ്ങനെ ഒരു സാധനം ക്രിയേറ്റ് ചെയ്ത് ഇങ്ങനെ എടുക്കുന്നുണ്ട്. കുറച്ച് അവതരിപ്പിക്കാനുള്ളൊരു അവസരം കിട്ടിയാൽ അപ്പൊ ചാമ്പണം എന്നുള്ള സംഗതിയാണ്. അത് അസീംക്ക വേറെ ഒന്നുമല്ല, നമ്മളെ പ്രണയത്തിനെ പറ്റിയാണ്.
പ്രണയത്തിനെ പറ്റി പ്രണയം തലയ്ക്ക് പിടിച്ചു കഴിഞ്ഞാൽ വെളിവുണ്ടാവില്ലല്ലോ ചില ആൾക്കാർക്ക്. ചില ആൾക്കാർ, നിങ്ങളാണെങ്കിൽ ഞാനാണെങ്കിലൊക്കെ അങ്ങനെ തന്നെ, ആര് പറഞ്ഞാലും ദേഷ്യവും ഇങ്ങനെയൊക്കെയാണല്ലോ. പ്രണയം മൂത്ത് നടക്കുന്ന സമയത്ത് എല്ലാം തളിർത്ത് മനസ്സ് കുടിക്കുന്ന സമയത്ത് നമ്മൾ വേറെ മൂഡിലായിരിക്കും. അപ്പോൾ ഇറങ്ങുന്ന പാട്ടുകളൊക്കെ ഹിറ്റായിരിക്കും. ചില പാട്ടുകൾ ഇങ്ങനെ ആയിരിക്കും. തൊട്ടുരുമ്മിയിരിക്കാൻ കൊതിയായി, കട്ടെടുത്ത് പറക്കാൻ കൊതിയായി, മുല്ലവള്ളിക്കൂടിലിൽ മുകിലായി, മൂടിപ്പൂതച്ചുറങ്ങാൻ കൊതിയായി. ഒറിജിനൽ പാട്ട് കേട്ടിട്ടില്ലേ? നല്ല രസം. പ്രണയത്തിട്ട് അങ്ങേറ്റ മൂന്ന്. ഇതെല്ലാം പ്രണയിക്കുന്ന ആൾക്കാർക്കും ഉള്ളിൽ തോന്നുന്ന സംഭവമാണ്. പ്രണയം ചിലതൊക്കെ സക്സസ് ആവും, ചിലത് പൊളിയും. പൊളിഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ റൂട്ട് മാറും. തേപ്പ് കിട്ടി കഴിഞ്ഞാൽ തേപ്പ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ റൂട്ട് മാറും. പിന്നെ കളിയാക്കലായി, പിന്നെ പറഞ്ഞ സ്മോക്കായി, അടിയായി, തല കിറിഞ്ഞ് നടക്കലായി, പിന്നെ മദ്യപിച്ച് ഒരു തലയ്ക്കാകുമ്പോൾ പ്രേമിച്ച കരള് പോയി കഴിഞ്ഞാൽ പിന്നെ സ്വന്തം കരളാണല്ലോ ഉള്ളത്. വെള്ളമടിച്ച് പിന്നെ കരളിന് വെള്ളം കിട്ടാതെ നമ്മൾ കരള് ഇവനോട് പറയും, വെള്ളമടിച്ചിരിക്കാൻ കൊതിയായി, വാള് വെച്ച് കിടക്കാൻ ധൃതിയായി, പൈൻ്റടിച്ചിരിക്കാം രസമായി, കിക്കായി നടക്കാം ഹരമായി, ഒഴിച്ചാലും കുടിച്ചാലും കൊതി തീരില്ല, കാരണം OPR എൻ്റെ ബ്രാൻഡല്ലേ. സാരട്ടോ, നമ്മുടെ സ്വന്തം ക്രിയേറ്റ് ചെയ്ത് വെച്ചാണ്. പോരായ്മകളുണ്ടോ? ഇങ്ങനെ കേൾക്കണം. ഇങ്ങനെ ഒരു കഥാപാത്രത്തിന് ഒരു പേര് ഞാൻ കണ്ടിച്ചു, പാക്കരൻ. പാക്കരൻ്റെ പ്രണയം ഇതാണ് ഇതിന് തലക്കെട്ട് കണ്ടിട്ടുണ്ട്. പാക്കരൻ്റെ പ്രണയത്തിൽ പാക്കരൻ പിന്നെ ഈ പ്രണയം ഈ പാട്ടും പാടി വെള്ളമടിച്ചൊക്കെ നടക്കുമ്പോൾ കുറച്ച് നല്ല സൗഹൃദങ്ങളും പാക്കരനെ സ്നേഹിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടാവും. എല്ലാ നാട്ടിലുള്ളതാണ്. ആ ചങ്ങ ഇങ്ങനെ കള്ളുപിടിച്ച് നശിക്കുകയാണ്, ഒരു കല്യാണം കഴിപ്പിക്കുക. അപ്പോൾ ഇവരുടെ അവസ്ഥകളൊക്കെ പറഞ്ഞിട്ട് ഒരു പെൺകുട്ടി വരികയാണെങ്കിൽ നമുക്ക് നടത്തി കൊടുക്കാം. അങ്ങനെ കല്യാണം ഒരു 3 മാസത്തിനുള്ളിൽ ഈ എന്ത് പറഞ്ഞാലും ആദ്യത്തതൊക്കെ 2 മാസം കൊണ്ടൊക്കെ ഓക്കെ കണ്ട കാഴ്ചകളുടെ അനുഭവം പറയാം കേട്ടോ. പിന്നെ അങ്ങോട്ട് പറച്ചില്ല എന്താ വെച്ചാൽ പിന്നെ ഇവളോടൊന്നും പറയാൻ പറ്റില്ല. പാക്കരനൊന്നും സംസാരിക്കാൻ പറ്റില്ല. പാക്കരന്മാർക്ക് നിങ്ങളിത് ഇപ്പം എന്നോട് ചൂടാണ്, നിങ്ങളെ മനസ്സിൽ എപ്പോഴും മറ്റോളല്ലേ, ഇത് കേൾക്കുമ്പോൾ പിന്നെ ഭ്രാന്താവും. പിന്നെ പാക്കരൻ കട്ടിയാടിയിട്ടും ഈ സ്വൈരക്കേടുകൊണ്ട് അനങ്ങിയ പെണ്ണിന്റെ പേര് അറിയുമ്പോൾ പിന്നെ മദ്യത്തിലേക്കും മയക്കുമരുത്തിലേക്കും തന്നെ പോണത്. അങ്ങനെ ഒരു കൊറോണ കാലത്ത് കുടുങ്ങി കഴിഞ്ഞ പാക്കരൻ. അങ്ങനെ കള്ളുഷാപ്പില്ല, ചാരായില്ല. ഏതോ ഒരു പാടത്തിന് വരുമ്പത്ത് കള്ളുഷാപ്പിന്റെ സൈഡിൽ ആരോ നാടൻ ചാരായം കാച്ചി വെക്കുന്നുണ്ട്. പാക്കരൻ അങ്ങോട്ട് ഒഴിച്ചു പോവുക. അപ്പൊ പാക്കരന്റെ അയൽവാസി കാണുന്ന സമയത്ത് ഹേയ് പട്ടയടിക്കാനായി പാക്കരേട്ടാ, പട്ടയടിക്കാനായി പാടവരമ്പത്ത് നിൽക്കുന്ന പാക്കരേട്ടാ, പട്ടയടിക്കുവാൻ കയ്യിൽ കാശില്ലെങ്കിൽ വീട്ടിലിരുന്നൂടെ. ചെക്കൻ സ്നേഹത്തോടെ. പാക്കരേട്ട മറുപടി, അക്കാണും ഷാപ്പിന്റെ മുന്നിലിരുന്നാല് ആരേലും വാങ്ങിത്തരും, ഇക്കാര്യം എൻ്റെ വീട്ടിലറിഞ്ഞാല് ഞാൻ നിന്റെ ഫ്യൂസ് ഊരും. ചെക്കൻ, ഇല്ല ഞാൻ പറയില്ല, ഇത് സത്യം സത്യം അസത്യം സത്യം. അസത്യം സത്യം എന്ന് പറഞ്ഞിട്ട് ഈ കുറിപ്പുകളാണത് ആദ്യം പോയി പറയുന്നത്. പറഞ്ഞങ്ങോട്ട് അന്ന് തുടങ്ങിയ കച്ചറന അടിപൊളി. പിന്നെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ പറഞ്ഞിട്ട് ആദ്യത്തെ ഭാര്യനെ പറ്റി പറഞ്ഞിട്ട് ഒരു ദിവസം പാക്കരനെ ഞങ്ങൾ കാണുക ജംഗ്ഷനിൽ വെച്ചിട്ട്. ഇവിടെയൊക്കെ മുറിവ് സ്പോഞ്ച്. എന്ത് പറ്റി പാക്കര നെഞ്ഞത്തടിച്ചിട്ട് ഒറ്റ പറിച്ചില്ല. ഇന്നലെ എൻ്റെ നെഞ്ചില് 2 കുത്തവൾ കുത്തിയല്ലോ, പെണ്ണ് കുത്തവൾ കുത്തിയല്ലോ, കൂരിരുട്ടായപ്പോൾ ഒലക്കയെടുത്തിട്ടൻ തലക്കെട്ട് താങ്ങിയല്ലോ, എൻ്റെ തലക്കെട്ട് താങ്ങിയല്ലോ. ഒരാള് സമാധാനപ്പെടുന്ന ആക്കുണ്ടാവും, എനിക്കെത്ര കിട്ടണമെന്ന്. ഇപ്പൊ മകൻ പറയും, ഉള്ളിനുള്ളിൽ എന്നും അവൾക്ക് വെറുപ്പാണെന്നോട്, അയലത്തെ വാസുവിന്റെ കാര്യം പറയുമ്പോ 100 നാവാണ്. അപ്പോ ഇയാൾ കൊണ്ടുപോയ കണക്ഷൻ, ഉള്ളിനുള്ളിൽ എന്നും അവൾക്ക് വെറുപ്പാണെന്നോട്, അയലത്തെ വാസുവിന്റെ കാര്യം പറയുമ്പോ 100 നാവാണ്. അവൾക്ക് എന്നെ ഇഷ്ടമല്ല, എൻ്റെ ജീവിതം കഷ്ടമാണ്, കഷ്ടപ്പെട്ട് ഞാൻ ബുദ്ധിമുട്ടി ഞാൻ ഈ കോലമായല്ലോ, നാട്ടാരെ പേ കോലമായല്ലോ.
ഇന്നലെ അങ്ങനെ ഒരു സാധനം ഇങ്ങനെ പ്ലാൻ ചെയ്ത് വെച്ചിരുന്നു. അടിപൊളി. ഓക്കെ, അപ്പൊ കുറച്ചും കൂടി പ്ലാൻ ചെയ്യുമ്പോൾ സപ്പോർട്ട് ഉണ്ട്. ഇപ്പൊ അസീംക്ക് നമ്മള് വർഷങ്ങളായിട്ട് 25 വർഷം, പ്രേക്ഷകരെ 25 വർഷം മുമ്പ് തുടങ്ങിയ ബന്ധമാണ്. കോഴിക്കോട് ജലാൽ മാഗ്നസിന്റെ ട്രൂപ്പില് ജലാലിനെ കൊണ്ട് ഒരുപാട് ഗുണം നമുക്ക് കിട്ടിയിട്ടുണ്ട്. വെച്ചാല് നമ്മളെപ്പോലുള്ള മലപ്പുറത്തുള്ള ആൾക്കാർക്ക് കോഴിക്കോട് കൊച്ചി ഭാഗത്തൊക്കെ ഉള്ള ആർട്ടിസ്റ്റാണ് കൂടെ. ജാഫർക്ക് നമ്മളൊരു പ്രോഗ്രാം ഡയറക്ട് ചെയ്തിട്ടുണ്ട്. കോമഡി ധനുഷിന് ചെയ്തല്ലേ ധനുഷിന്റെ നിങ്ങളെന്തായിരുന്നു മറ്റേ മമ്മൂട്ടി ജയന് ക്രോണിക് ബാച്ചിലർ മമ്മൂട്ടി പൊളി സാധനമായിരുന്നു അതൊക്കെ. അതിൽ പിന്നെ ഒരു ഇത് ചെയ്തല്ല, അന്നേരം ഒരു ഭൂതത്തിന്റെ മൂപ്പരുടെ മകനായിട്ട് ഒരു ഇതിന്ന് പൊങ്ങി വരണേ എന്തൊക്കെ അംഗങ്ങളാണ്. പയ്യനൊരു ഒരു ഗായകനുണ്ട് അനീഷ, ആ ഫീമെയില് പാടുന്ന പയ്യൻ. അതെ, അതിലൊരു വേറെ സംഭവം ഉണ്ട്. പിന്നെ ജലാലിന്റെ ടീമിലേക്കാണ് നമ്മള് ബിജു കലാഭവൻ, ബിജു പിന്നെ ജാഫർക്ക, ബിജു ചാലക്കുടി, അങ്ങനെ കുറെ ടീം. പിന്നെ അതിന്റെ ശേഷം പിന്നെ അസീംക്ക് ലേശം ഒന്നാണ് മാറി നിന്നതിന് ശേഷം ഞങ്ങള് ഫൈസൽക്കും ജലാൽക്കും കൂടി ഞങ്ങള് 4 ആൾക്കാര്, ബാബു ശിവറാം കുന്നപ്പുറം, ഇങ്ങനെയൊക്കെ കൂടുതൽ 3 ആൾക്കാർ ഇവിടുന്ന് വലിയ ഷോ, ബമ്പ ഷോ ആണ്. ഇവിടെ അറിയാമോ മറ്റേ ഈ കാസർഗോഡ് ഒരു ബോർഡറില് കുമ്പളയില് നിങ്ങളുണ്ടേ? കുമ്പളയില്. പിന്നെ അവിടെ അത് ഞെട്ടിപ്പോയി ഞാൻ. ആർട്ടിസ്റ്റുകള് ഉണ്ണിയസ് നായര്, പ്രശാന്ത്, പിന്നെ മനോജ് ഗിന്നസ്, കിടുക്കൻ ടീം. ഇവര് 4 സ്കിറ്റും ഞങ്ങളൊരു സ്കിറ്റും കളിച്ച് അടിച്ചുപൊളി പമ്പ ഷോ ആയിട്ടുണ്ട്. അതൊക്കെ ജലാലിനെ കൊണ്ട് ജലാലേ തീർച്ചയായിട്ടും അങ്ങനെ ഒരുപാട് ആൾക്കാർ ഉണ്ട്. എപ്പോഴെങ്കിലും ഫേസ്ബുക്കിലും വാട്സപ്പിലൊക്കെ ഉണ്ട്. പിന്നെ അല്ല, അത് നല്ലതാണ്. നമ്മള് എപ്പോഴും കല എന്ന് പറഞ്ഞിട്ട് ഞാൻ വെൽഡിങ് പണിക്കാ പോണത്. നമ്മളിപ്പോൾ സ്വർണ്ണപ്പണി എടുത്തിരുന്നാണ് വെൽഡിങ് പണിയിലേക്ക് മാറി. അത് ഇത് മാത്രം ആശ്രയിച്ച് നിന്നതിലൊന്നും ആവില്ല നമുക്ക്. അല്ല, നമ്മള് കലയെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നമ്മളെ ജീവിതം ഒരു തടസ്സമാവണില്ല കലക്ക്. പക്ഷെ രണ്ടും കൂടി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു സാഹചര്യം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളതാണ്. അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അല്ല, എന്നോട് എല്ലാവരും ചോദിക്കാനുണ്ട്, ഇത്രയും വർഷമായിട്ട് എന്തോടോ ഒരു നല്ല ഇതിലേക്ക് എത്താൻ ബുദ്ധിമുട്ടല്ലേ? പൊതുവെ കലാകാരന്മാരൊക്കെ വാടക റൂമിൽ മറ്റേ റൂമിലേക്ക് ആ ഈശ്വരൻ ദൈവാധീനം കൊണ്ട് ഇതിലേക്ക് എത്തിച്ചു തരുന്ന ഒരു പ്രതീക്ഷ ഉണ്ട്. പിന്നെ നല്ല സൗഹൃദങ്ങളുണ്ട്. അതാണ് നമുക്കത് നമ്മളെ ഈ കലാഫീൽഡിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ജാതി മത വർഗീയത ഒരു കലാകാരന സംഭവമില്ല. അത് ഈ ഫീൽഡിൽ മാത്രമേ ഉള്ളൂ. അതെ, സത്യം. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് എന്റെ അനുഭവം കൊണ്ട് അതിനൊരു തെളിവ് ഞാൻ കൊടുക്കട്ടെ, പ്രേക്ഷകർക്ക് കൊടുക്കട്ടെ. തീർച്ചയായും. ഞാന് മഹേഷ് ഇപ്പൊ ഞങ്ങള് ഒരുമിച്ച് പത്രപൂർവ്വം പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. ഞങ്ങളിപ്പോ ആ ഒരു പന്നത്താ ബന്ധം തന്നെയാണ്. ബന്ധം ആർട്ടിസ്റ്റുകൾ തമ്മിലുള്ള ഒരു ഹൃദയത്തിന്റെ ഒരു ബന്ധം തന്നെയാണ്. എപ്പോഴും നമുക്ക് ഓർത്ത് വെക്കാൻ നമുക്ക് കുറെ നല്ല മുഹൂർത്തങ്ങളുണ്ട്. തീർച്ചയായിട്ടും. ഒരുപാട് സങ്കടങ്ങൾ പുറത്തുണ്ട്. എങ്കിലും കൂടിയിട്ട് ഒരു ചില വേദികളിലുള്ള കഥകള് ഞാനും ചെമ്മാട് ബാബാടിനും കൂടെ അടുത്ത് പറഞ്ഞ് ചിരിച്ചിട്ടുണ്ട്. അബദ്ധങ്ങളെ അതൊക്കെ അബദ്ധം. മൂപ്പര് ലാലേട്ടന്റെ ഫിഗർ, ഞാൻ ധനുഷ്, പിന്നെ മൂപ്പര് താജുദ്ദീൻ വടകര, ഞാന് ഭീമൻ രഘു. അങ്ങനെ ഒറ്റ സീഡിയ. മൂപ്പര് ലാലേട്ടൻ ചെയ്തിട്ട് ഞാൻ ധനുഷിന്റെ ഫിഗർ ഇട്ട് നിൽക്കാം. മൂപ്പർക്ക് താജുദ്ദീൻ വടകര ആവണല്ലോ. ഓടി ഇങ്ങോട്ട് വന്നിട്ട് ഞാൻ സ്റ്റേജിന്റെ ബാക്കിൽ നിന്ന് അടിയിലേക്ക് വീണ്. പാട്ടങ്ങനെ വരും, മന്മദരാസ ആൾക്കാരുടെ ചിരിച്ച് കൂപ്പാട് കളിക്കുന്നത്. അബദ്ധങ്ങൾ സംഭവിക്കേണ്ടതാണ് അതൊക്കെ. അത് പിന്നെ ആലോചിച്ച് കുറെ ചിരിച്ചു. അങ്ങനെ കുറെ കഥകൾ. എന്തൊക്കെ എന്നിട്ട് നിങ്ങളെ വീട്ടിലെ സ്ഥിതി? വിശേഷം കുഴപ്പമൊന്നുമില്ല. മോളെ കല്യാണം കഴിഞ്ഞ് ഇല്ല, കഴിഞ്ഞിട്ടിപ്പോ ഒരു വർഷം കഴിഞ്ഞ്. രണ്ടാമത് ചെറുതാണ്, 2 പെൺകുട്ടികളാണ്. അതെ, മിമിക്രിക്കാർക്കൊക്കെ പെൺകുട്ടികളാണല്ലോ. നല്ലതാണല്ലോ. അനൗൺസർമാർക്കൊക്കെ ആൺകുട്ടികളാണ്. ഒരുപാട് ആൾക്കാർക്ക്. വിജയേട്ടൻ എത്ര കുട്ടികളാ? എനിക്ക് 3 എണ്ണം. അല്ല, നമ്മളെ അതിന് പറയാം. വിജയേട്ടൻ ഞങ്ങളും കാണണം. സന്തോഷം. ഒരുപാട് സന്തോഷങ്ങൾ നിറഞ്ഞ ഒരു ജീവിതത്തിന്റെ ഇടയിൽ സ്റ്റാർ അന്നൊക്കെ ചെയ്തിരുന്ന സാധനം തന്നെ ഇപ്പൊ നമ്മളതിനെ മെനക്കെടാത്ത നല്ലത്. നമ്മള് ചെക്കൻ മഹേഷ് കുഞ്ഞുമോനൊക്കെ കത്തി കസറി നിക്കണല്ലേ. നമ്മളൊരാളത് കണ്ടിട്ട് പഠിക്കിരുന്ന അന്നേ. ഇവരതല്ല, ഇവര് ആ ആളെ തന്നെ ഇട്ട് പഠിക്കും. വിജയരാഘവന് ഞാൻ നമ്മള് കമ്മീഷണറിൽ സെന്റിമെന്റ്സ് സീനുണ്ട്. ഈ ഇടക്കാലത്ത് തമിഴ്നാട്ടിൽ നിന്ന് ഒഴുക്കാൻ ചാരായത്തിന്റെ കേരളത്തിലോട്ട് പിടിച്ചപ്പോക്കെ വലിയ പുള്ളികളാണ്.
ഒന്ന് എംഎൽഎയുടെ ഒന്ന് അനിയൻ, ഒന്ന് മന്ത്രിയുടെ സ്വന്തം അനിയൻ. സ്വജാതിയല്ല വിട്ടിരുന്ന മന്ത്രിയുടെ വൈറസ് മെസ്സേജ് അങ്ങ് ചെത്തിക്കളയൊന്ന് പോയി പണി നോക്കണ പുല്ലെന്ന് ഞാനും പറഞ്ഞു. ഇവിടെ ആവുമ്പോ ഒമ്പതിലാതെ കുറവറിക്കുന്നു നോക്കുന്ന ടീച്ചർമാരുണ്ട് സ്കൂളിൽ. അതുങ്ങളെ പിരിയണമെന്ന് കേട്ടപ്പോ ഇതുങ്ങളെ കണ്ണു പറഞ്ഞു. ഒറ്റയ്ക്കൊക്കെ പോയിട്ട് നിൽക്കുമ്പോ ആരെയൊക്കെ വിളിച്ച് ചെയ്യുമ്പോ നമ്മളൊരു പൊടിക്കുള്ള സാധനങ്ങള് മലബാർ ഏരിയയിലല്ല അധികം കളി. പിന്നെ ലീക്ക് വീരാനല്ലേ, ലീക്ക് വീരാൻ ഇപ്പൊ നമ്മളൊരു ഫാമിലി ഇരിക്കുന്ന ഒരു സാധ്യത. ലീക്ക് വീരാൻ അന്ന് ഹോം സിനിമ. അല്ല എന്നൊക്കെ വർത്താനോ 1000 തെങ്ങുള്ള നായർക്ക് പല്ല് കൂത്താൻ ഏർക്കാൻ പറഞ്ഞാൽ മതി. ശരി മനസ്സിലായില്ലേ? ഇപ്പത്തെ ചെറുതായാലും കല്ല് 3 വേണം. സുഹറ ഇജ്ജെന്നെ വെറുതെ വരുത്താൻ നിൽക്കണ്ട, അല്ല പുറത്തുകൂടെ തരുന്നാല് മനസ്സിലായില്ലേ? ഒരുപാട് സന്തോഷം. നമ്മളെ ഈ കലായാത്ര ഒരു ഭാഗമാവാൻ കഴിഞ്ഞ് നമ്മള് കുറെ ആർട്ടിസ്റ്റുകളെ ഞങ്ങൾ പരിചയപ്പെടുത്തുള്ളൂ പലവരായിട്ട്. അതില്ലേ സുരേഷിന്റെ നമ്മളെ കൂടെ കളിച്ചിരുന്ന സുരേഷിന്റെ ചില എപ്പിസോഡ് അവരായിരുന്നു. പിന്നെ കലാപം മണിച്ചേട്ടന്റെ പെങ്ങളെ മോന് രഞ്ജിത്തിന്റെ എപ്പിസോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കഴിഞ്ഞ ആഴ്ചയില് ഇതേപോലെ തന്നെ ഒരു നിശാന്ത് ഉണ്ട് തോണുക്കര ആർട്ടിസ്റ്റ്, അത് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അശോക് അബ്ബാനും കൂടി ചെയ്തിട്ടുണ്ട്. അടിപൊളി. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം. തീർച്ചയായിട്ടും അവസരങ്ങൾ കിട്ടട്ടെ. ഈ വാടകകളൊക്കെ മാറിയിട്ടേ നല്ല സ്വന്തമായിട്ട് നല്ലൊരു വീട് ഉണ്ടാക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്തായാലും ഉണ്ടാവും തീർച്ചയായിട്ടും. ആദ്യം മക്കളൊക്കെ ഒന്ന് കെട്ടിക്കട്ടെ എന്ന് ശരിയാവുന്നു. തീർച്ചയായിട്ടും എന്തായാലും വന്നതിൽ കണ്ടിട്ട് ഒരുപാട് സന്തോഷം. കലായാത്ര എന്ന ഈ പ്രോഗ്രാമിന് എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഹൃദയം നിറഞ്ഞ ആശംസകൾ അറിയിക്കുകയാണ്. അസീംക്കാക്ക് ഇതിലൂടെ ഒരുപാട് നല്ല നല്ല കലാകാരന്മാരെ ഇതുപോലെ നിങ്ങളുടെ മുന്നിൽ എത്തിക്കാനൊക്കെ സാധിക്കട്ടെ എന്ന് സർവേശ്വരനോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. എല്ലാവിധ ആശംസകളും അസീംക്കാക്ക്. താങ്ക് യു.